നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. കുംഭൻ രാശിക്ക് ഡിസംബർ 25-26 തീയതികളിൽ വളരെയധികം സൗഭാഗ്യങ്ങളുള്ള ദിവസങ്ങളാണ്. ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഭാഗ്യങ്ങൾ ഒരുപാടുള്ള ദിവസങ്ങളാണ്. കുംഭൻ രാശി എന്ന് പറയുമ്പോൾ അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. ഓക്കെ, ഇവർക്ക് ഡിസംബർ 25-26, അതായത് അതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ ഡിസംബർ 24 രാത്രി 7:46 PM മുതൽ ഡിസംബർ 27 വെളുപ്പിന് 3:10 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാവുന്നത്. അപ്പോൾ ഇവർക്ക് പ്രധാനമായിട്ടും ഞാൻ പറയുന്നത് ഓപ്പോസിറ്റ് സെക്സുമായിട്ട്, അതായത് ജീവിത പങ്കാളിയായിട്ട് ഇവർക്ക് ഉള്ള ബന്ധം വളരെയധികം ഊഷ്മളമാവും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് അത് പറയുന്നതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമതായിട്ട് ഇവർക്ക് ഇവരുടെ രാശിയിൽ നിന്ന് 5-ാം ഭാവത്തിലാണ് വ്യാഴം, അതായത് ലഗ്നത്തിൽ നിന്ന് 5-ാം ഭാവത്തിൽ വ്യാഴം. അതുകൂടാതെ ചന്ദ്രനിൽ നിന്ന് 5-ാം ഭാവത്തിൽ തന്നെയാണ് വ്യാഴം. അതുകൂടാതെ ഇവർക്ക് ഇവരുടെ 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ചൊവ്വയും ശുക്രനും കൂടി യോഗം ചെയ്യുന്നു. ഓക്കെ, ഇത് കൂടാതെ ഇവർക്ക് ടോട്ടൽ 6 ഗ്രഹങ്ങൾ അന്നത്തെ ദിവസം ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് നമുക്ക് ദക്ഷിണ പണമായിട്ട് വേണ്ട, ജസ്റ്റ് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക എന്നും പറഞ്ഞ് പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ആ സംവിധാനം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ദയവായി ഹൈപ്പും ചെയ്യുക. അപ്പോൾ കുംഭൻ രാശിക്കാർക്ക് അടിപൊളി ദിവസങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾ വാട്സാപ്പിൽ ഞാനുമായിട്ടൊന്ന് ബന്ധപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനതിൻ്റെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ വാട്സാപ്പിൽ, അതായത് ഫോൺ കാൾ ചെയ്യരുത്, അതുപോലെ തന്നെ ഈ മിസ്ഡ് കാളും ചെയ്യരുത്. അതിന് പകരം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ, അപ്പോൾ ഇവർക്ക് കുംഭൻ രാശിക്കാരെന്ന് പറഞ്ഞാൽ പല പ്രായക്കാരുണ്ട്, ശരിയാണ്. അപ്പോൾ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു പുതിയ ബന്ധത്തിനുള്ള എല്ലാ അനുകൂല സാഹചര്യവും ഉണ്ടാവും. അതുകൂടാതെ പ്രണയത്തിലായവർക്ക് അല്ലെങ്കിൽ പ്രണയത്തിലാവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിലേക്കുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വരും. പിന്നെ അതുപോലെ തന്നെ ദമ്പതികൾ തമ്മിൽ ഉള്ള ബന്ധം പരമാവധി ഊഷ്മളമാവും. അപ്പോൾ അതെല്ലാം തന്നെ ഈ ഒന്നാമത് ലഗ്നത്തിൽ നിന്ന്, അതായത് കുംഭൻ രാശിയിൽ നിന്ന് 5-ാം ഭാവത്തിലാണ് വ്യാഴം. അത് കൂടാതെ ഇവിടെ ഈ ദിവസങ്ങളിൽ ചന്ദ്രനും ഈ കുംഭൻ രാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രനിൽ നിന്നും 5-ാം ഭാവത്തിലാണ് വ്യാഴം. കൂടാതെ ശുക്രനിൽ നിന്ന് 7-ാം ഭാവത്തിൽ വ്യാഴം. ഓക്കെ, അത് കൂടാതെ ചൊവ്വയും ശുക്രനുമായിട്ട് ചെറിയ ഒരു കണക്ഷനുണ്ട്. അത് ഈ പറഞ്ഞ ഈ പ്രേമബന്ധങ്ങൾ ഊഷ്മളമാവുന്ന തരത്തിലുള്ള ഒരു സാഹചര്യമാണ്. ഈ ചൊവ്വയും ശുക്രനും കൂടി പരസ്പരം യോജിക്കുകയോ അല്ലെങ്കിൽ പരസ്പരം ദൃഷ്ടി ചെയ്യുകയോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, അപ്പോൾ അതിൽ നിന്ന് ലഗ്നത്തിൽ നിന്ന് 5-ാം ഭാവത്തിൽ വ്യാഴം, ചന്ദ്രനിൽ നിന്ന് 5-ാം ഭാവത്തിൽ വ്യാഴം, ശുക്രനിൽ നിന്ന് 7-ാം ഭാവത്തിൽ വ്യാഴം. അപ്പോൾ ഉറപ്പിച്ചു പറയാം, പ്രേമബന്ധങ്ങൾ, ദാമ്പത്യ ബന്ധങ്ങൾ, അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതികൾക്കും ഉള്ള ആ സെക്ഷൻ മുഴുവൻ ഗ്രീൻ ലൈറ്റ് കത്തിയിരിക്കുകയാണ്. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾക്ക് പുതിയ സുഹൃത്തുക്കളെ കിട്ടാം. ചന്ദ്രനും ശുക്രനും വ്യാഴവും ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കണക്ഷനായിട്ട് കിടക്കുകയാണ്. അപ്പോൾ പുതിയ സുഹൃത്തുക്കളെ കിട്ടാം.
അത് മാത്രമല്ല, നിങ്ങളുടെ തൊഴിൽ രംഗത്ത് പുതിയ ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട ചില പ്രത്യേക വ്യക്തികളെ നിങ്ങൾക്ക് പരിചിതമാവും, അല്ലെങ്കിൽ പുതിയൊരു നല്ലൊരു കസ്റ്റമറെ നിങ്ങൾക്ക് കിട്ടാം, വ്യാപാരികൾക്ക്. അതുപോലെ തന്നെ ഈ പറഞ്ഞ നിങ്ങളുടെ തൊഴിൽ രംഗത്ത് നിങ്ങൾക്ക് പുതിയൊരു മേലധികാരി വന്നെന്ന് വരാം. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പുതിയ അയൽക്കാരനെ അല്ലെങ്കിൽ അയൽക്കാരിയെ കിട്ടാം, തൊട്ടടുത്ത് പുതിയൊരു താമസക്കാർ വരുന്നു, അങ്ങനെയൊക്കെ. അത് മാത്രമല്ല, സമൂഹത്തിൽ ഉന്നതരുമായിട്ട് നിങ്ങൾക്ക് ബന്ധം സ്ഥാപിക്കാൻ, പുതിയ വ്യക്തികളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും അതുവഴി ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള നേട്ടങ്ങൾ കിട്ടുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ പുതിയതായിട്ട് ഉടലെടുക്കാം, പിറവിയെടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യമാണ് ഞാൻ പ്രധാനമായിട്ടും ഈ ദിവസങ്ങളിൽ കുംഭൻ രാശിക്കാർക്കായിട്ട് പറഞ്ഞു വെക്കുന്നത്, പ്രഡിക്ഷൻ നടത്തുന്നത്. അപ്പോൾ എന്നിട്ട് അത് മാത്രമല്ല, ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം, ഇത് മൂന്നിൻ്റെയും ഒരു കോമ്പിനേഷൻ ഇവിടെ കണക്ട് ചെയ്ത് കിടക്കുകയാണ്. ചന്ദ്രൻ വ്യാഴത്തെ ദൃഷ്ടി ചെയ്യുന്നു. ഓക്കെ. വ്യാഴം ശുക്രനെ ദൃഷ്ടി ചെയ്യുന്നു, ശുക്രൻ തിരിച്ച് വ്യാഴത്തെ ദൃഷ്ടി ചെയ്യുന്നു. അതുകൂടാതെ വ്യാഴം ചന്ദ്രനെയും ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ടോട്ടൽ കൂടിച്ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ ചന്ദ്രനും ശുക്രനും വ്യാഴവും തരുന്ന പൊതുവായ ഒരു ഫലം എന്താണ്? സുഹൃത്ത് ബന്ധങ്ങൾ തന്നെ, എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും, അത് പ്രേമബന്ധവും തൊഴിൽപരമായിട്ടുള്ള ബന്ധം മാത്രമല്ല, കുടുംബ അംഗങ്ങൾ തമ്മിലും നല്ല രീതിയിൽ ഊഷ്മളമായ ഒരു ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കപ്പെടും. അപ്പോൾ അത് മാത്രമല്ല, ഭൗതിക സുഖങ്ങൾ എന്ന് പറയുമ്പോൾ വീട്, വാഹനം, പിന്നെ നല്ല ആഹാരം, നല്ല ശയനസുഖം, ആഭരണ ലാഭം, വസ്ത്രലാഭം, അങ്ങനെ ഭൗതികമായിട്ടുള്ള സുഖങ്ങളെല്ലാം കിട്ടുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അല്പസ്വല്പം സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ അതുമാത്രമല്ല, എല്ലാ തരത്തിലും ഇവർക്ക് ഈ ആരോഗ്യം വർദ്ധിക്കുകയും ചെയ്യും. ഈ ആരോഗ്യം വർദ്ധിക്കുമ്പോഴാണല്ലോ കുറച്ച് സൗന്ദര്യമൊക്കെ ഒന്ന് തിളങ്ങി വരുന്നത്, ഗ്ലാമറൊക്കെ ഒന്ന് കൂടും. പൊതുവേ കുംഭൻ രാശിക്കാർക്ക് ബന്ധങ്ങൾ പലതരത്തിലുള്ള, എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ഊഷ്മളമാവും. പിന്നെയും ഉണ്ട് കാര്യങ്ങൾ, നിരവധി കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ ഈ ഡീറ്റെയിൽഡായിട്ടൊക്കെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു ദിവസം ഫുള്ള് പറഞ്ഞാലും തീരാത്തത്ര കാര്യങ്ങൾ ഈ ഗ്രഹനിലയിൽ നിന്ന് നമുക്ക് എടുത്ത് മുന്നിൽ അവതരിപ്പിക്കാം. ഓക്കെ. അതിൽ തന്നെ കുറച്ച് ഒന്ന് ചുരുക്കി പറയാൻ ശ്രമിക്കുകയാണ്. ഇതിൽ പെട്ടെന്ന് വേറൊരു സെക്ഷനിലോട്ട് മാറുമ്പോൾ ചൊവ്വയും സൂര്യനും ഒരുമിച്ച് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരികയാണ്. അപ്പോൾ ഒറ്റ വാക്കിൽ പറയാം, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാവും. കാര്യം ചൊവ്വ ഭൂമിയുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഗ്രഹമാണ്. അതുപോലെ തന്നെ സൂര്യൻ പിതാവുമായിട്ട് ബന്ധപ്പെട്ട്, പെട്ടെന്ന് പറയാവുന്നത് പിതാവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഗ്രഹമാണ് ഈ സൂര്യൻ എന്ന് പറയുന്നത്. സൂര്യൻ പ്രധാനമായിട്ടും നിയന്ത്രിക്കുന്നത് തൊഴിൽ, ജോലി, അതുപോലെ തന്നെ സന്താന ഗുണം, മക്കൾ, പിതാവ്. അപ്പോൾ ആ പിതാവ് എന്നുള്ള ആ കണക്ഷനും ചൊവ്വയുടെ ഭൂമി ക്രയവിക്രയവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഭൂമി ക്രയവിക്രയങ്ങൾ എന്ന് പറയുമ്പോൾ കൃഷി വഴി മാത്രമല്ല, പ്രധാനമായിട്ടും റിയൽ എസ്റ്റേറ്റ്, അതായത് ഭൂമി കച്ചവടം വഴി നേട്ടമുണ്ടാവാം. അതെന്ന് പറയുമ്പോൾ ലക്ഷവും ചിലപ്പോൾ കോടിയൊക്കെ കടന്നു വരും അതിൻ്റെ ആ ടേൺ ഓവർ. ഓക്കെ. അപ്പോൾ എന്നിട്ട് നമ്മൾ
ചൊവ്വയും സൂര്യനും കൂടി നിങ്ങൾക്ക് പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത, അതല്ലെങ്കിൽ നേരത്തെ കിട്ടിയ പിതൃസ്വത്ത് ആയിട്ട് ബന്ധപ്പെട്ട് കൃഷി വഴിയോ റിയൽ എസ്റ്റേറ്റ് വഴിയോ ആയ ഭൂമി ക്രയവിക്രയം, അതായത് ഭൂമി കച്ചവടവും ആവാം, ഭൂമി ലോൺ വെച്ച് എടുക്കുന്ന ഒരു ലോണിൻ്റെ കാര്യവും ആവാം. എന്തായാലും സംഭവം ആകെ മൊത്തം ടോട്ടൽ കുംഭൻ രാശിക്കാർ ലോട്ടറി അടിച്ച ഒരു രീതിയിലേക്ക് മാറുകയാണ്. ഇവർക്ക് പക്ഷേ ഒരു കാര്യമുണ്ട്, 7 ശനിയാണ്. എങ്കിലും അത് ശനി ഇനി ഏകദേശം ഒരു 1.25 വർഷം കൂടെ ഉള്ളൂ 7 ശനി. അപ്പോൾ അതിൻ്റെ കാഠിന്യമൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവണം. 7 ശനിയുടെ കാഠിന്യം ആദ്യത്തെ 2 ഭാഗത്ത് മാത്രമാണ് പ്രധാനമായിട്ടും പരമാവധി വരുന്നത്. അവസാനമാകുമ്പോൾ 7 വർഷം, അതിൽ 5 വർഷം കഴിഞ്ഞു, ഇനിയിപ്പോൾ ഏകദേശം ഒരു 1.25 വർഷം കൂടെ ഉള്ളൂ. അപ്പോൾ അത് ഈ 7 ശനിയുടെ അവസാന കാലഘട്ടമാണ്. അപ്പോൾ അതിന് അത്യാവശ്യം ശക്തി കുറഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ശനിയും പിന്നെ ജന്മത്തിൽ നിൽക്കുന്ന സർപ്പവുമാണ്. അപ്പോൾ ഇവർ ശനിയാഴ്ച വ്രതം എടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുന്നത് നല്ലതാണ്. തീർച്ചയായിട്ടും ശനിദോഷം കുറയും, കാഠിന്യം എന്തായാലും കുറയും. അതുപോലെ തന്നെ സർപ്പം, നമ്മൾ എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠ, ഒരു ശിവക്ഷേത്രത്തിൽ മിക്കവാറും ഈ സർപ്പപ്രതിഷ്ഠയും കാണും. ശിവനെയും സർപ്പത്തിനെയും നമ്മൾ എല്ലാ ദിവസവും ദർശനം നടത്തുക, ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും. അതിൽ തന്നെ ശനിയാഴ്ച നമുക്ക് ഈ ശിവനൊരു ജലധാര, അയ്യപ്പന് ഒരു നീരാഞ്ജനം, ശനി, അതായത് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശനിക്ക് എള്ളു വിളക്കും സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും ശനിദോഷമൊക്കെ കുറഞ്ഞ് എല്ലാ തരത്തിലും നിങ്ങൾക്ക് മറ്റ് 6 ഗ്രഹങ്ങളുടെ ചന്ദ്രൻ, വ്യാഴം, ചൊവ്വ, സൂര്യൻ, ബുധൻ, ശുക്രൻ, ഇത്രയും 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ ബുധനും ശുക്രനും അനുകൂലമാകുമ്പോൾ ഞാൻ പറയാറുണ്ട്, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ചയുണ്ടാവും. അപ്പോൾ ചുരുക്കത്തിൽ കുംഭൻ രാശി അല്പം കോളടിച്ച മട്ടാണ് ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ബന്ധങ്ങൾ ഊഷ്മളമാവും, ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ വളരെയധികം ധനവരവുണ്ടാവും, പിന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും ഇതിനെല്ലാം പുറമെ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ദിവസങ്ങളാണ് ഡിസംബർ 25-26 തീയതികൾ. അപ്പോൾ എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകളും അർപ്പിക്കുന്നു. കുംഭൻ രാശിക്കാർക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം അങ്ങനെ ഞാൻ പ്രഡിക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടന്നാലല്ലേ നിങ്ങൾ എൻ്റെ ചാനൽ കാണത്തുള്ളൂ. ഓക്കെ, എന്തായാലും കുംഭൻ രാശിക്കാർക്ക് മാത്രമല്ല, വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും, ഈ വീഡിയോ കണ്ട എല്ലാ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ, ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ഹാപ്പി ക്രിസ്മസ്, ശുഭദിനം.